എല്ലാവർക്കും നമസ്കാരം. ഈ പോർച്ചുഗലിൽ നമുക്ക് താമസിക്കാൻ കോസ്റ്റ് ഓഫ് ലിവിങ് എത്ര വരും എന്നാണ് ഈ വീഡിയോയിലുള്ളത്. നമുക്ക് ബേസിക്കായിട്ട് വേണ്ടത് ഭക്ഷണം, പാർപ്പിടം. ആ കാര്യത്തിന് പാർപ്പിടം നമുക്ക് വീടിൻ്റെ റെൻറ്റ് റൂമിനൊക്കെ വരുന്നത്, റൂമിൻ്റെ ബെഡ് സ്പേസിന് വരുന്നത്, ഇപ്പോൾ ഞാൻ ഉള്ളത് പോർത്തോയിലാണ്. ഇവിടെ ഇപ്പം ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത് 190 യൂറോസിനാണ്. ഒരു മാസം 190 യൂറോസ്. പിന്നെ ഭക്ഷണം വരുന്നത്, അരി വാങ്ങാനാണെന്നുണ്ടെങ്കിൽ 2 യൂറോ, 2.60 ആ റേഞ്ചിലൊക്കെ അരി കിട്ടും. 1.69 1 യൂറോ 69 സെൻറ്റിനും അരിയുണ്ട്. ബാസ്മതിയൊക്കെ 2.25 ആ റേഞ്ചിൽ കിട്ടും ബിരിയാണിയൊക്കെ വെക്കണമെങ്കിൽ. അപ്പോൾ 1 കിലോ അരിക്ക് 2 യൂറോ കൂട്ടാം. പിന്നെ ചിക്കൻ വാങ്ങണമെങ്കിൽ 4 യൂറോ 5 യൂറോയ്ക്കുള്ളിൽ ഉള്ളൂ ഒരു കിലോയ്ക്കാണ് കണക്കാക്കുന്നത്. അപ്പോൾ 5 യൂറോ ചിക്കൻ വരും. പിന്നെ ഉപ്പ്, മുളക്, മറ്റേ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സാധനങ്ങൾക്ക്, പൊടി ഐറ്റംസിനൊക്കെ 1.5 യൂറോൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ 250 ഗ്രാമിന്. അപ്പോൾ ഒരു 250 ഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പാക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാസം ഓടാം. വലിയ ചിലവ് നമുക്ക് അനുസരിച്ച്, നമ്മൾ ഇടുന്നതിനനുസരിച്ച്, കറിയിലൊക്കെ ഇടുന്നതിനനുസരിച്ചാണ് നമുക്ക് അതിന് ചിലവ് വരുന്നതല്ലോ. അപ്പോൾ 2 പാക്കറ്റ് വേണ്ടി വരും. അപ്പോൾ 3 യൂറോ ഒരു പൊടിക്ക് വരും. അപ്പോൾ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. അപ്പോൾ 3 6 12 യൂറോ നമുക്ക് പൊടി ഐറ്റംസിന് ചിലവാകും. പിന്നെ ഉപ്പിന് വില കുറവാണ്. 1 യൂറോയ്ക്ക് 1 കിലോ കിട്ടും. അതൊരു മാസം നിൽക്കും. പഞ്ചസാരയും ഏകദേശം 1 യൂറോനുള്ളിലുള്ളൂ. 69 സെൻറ്റ് 80 സെൻറ്റ് ആ റേഞ്ചിന് കിട്ടും. അതും ഒരു കിലോ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു മാസം ഓടിക്കോളും ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ കേട്ടോ. പിന്നെ പച്ചക്കറി ഐറ്റംസിനൊക്കെ ഇവിടെ താരതമ്യേന റേറ്റ് ഉണ്ട്, എന്നാലും വലിയ ചിലവുണ്ടാവില്ല. പച്ചക്കറിക്കാരി വാങ്ങാനാണ്. ഉള്ളിക്കും ഇതിനൊക്കെ 1.25 1.25 1 യൂറോ 25 സെൻറ്റൊക്കെയാണ് ഉള്ളിക്ക് 1 കിലോ വരുന്നത്. പിന്നെ വേറെ പച്ചക്കറി ഐറ്റംസ് ഞാൻ അധികം അങ്ങനെ വാങ്ങാറോ കുക്ക് ചെയ്യാറോ ഇല്ല. അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റിയിട്ട് വലിയ ധാരണയില്ല. നമുക്ക് ഇൻ്റർമാർഷയിലോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും മാർക്കറ്റിൽ പോയിട്ട് മാളിൽ പോയിട്ട് നമുക്ക് നോക്കാം. വേറെ ചിലവ് വേറെന്താണ്? ട്രാവൽ കാർഡ് റീചാർജ് ചെയ്യാൻ 40 യൂറോ ആയിരുന്നു ലിസ്ബണിലുണ്ടായിരുന്നത്. അതുപോലെ എനിക്ക് ട്രാവൽ കാർഡിൻ്റെ ആവശ്യം വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ കാര്യം അറിയില്ല. ബസ്സിന് നമുക്ക് 2 യൂറോ 20 സെൻറ്റായിരുന്നു ഒരു ടിക്കറ്റിന് റേറ്റ് വരുന്നുണ്ടായിരുന്നത്. ഇവിടെയും ഏകദേശം ആ റേഞ്ചിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഡെയിലി പാസ് കിട്ടും. 10 യൂറോക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം അൺലിമിറ്റഡ് ആയിട്ട് യാത്ര ചെയ്യാം. 20 യൂറോൻ്റെ ഒരു കാർഡ് എടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിലും ബസ്സിലും ഇൻ്റർ റീജിയണലായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. 40 യൂറോ കൊടുത്ത് റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെട്രോ, ട്രെയിന്, ബാർക്ക്, മറ്റേ ഫെറി, ഈ വക സംഭവങ്ങളെല്ലാം നമുക്ക് ലിസ്ബണിൽ യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു. അത് സെയിം സെറ്റപ്പ് ഇവിടെ ഉണ്ടാവും. പിന്നെ വേറെ ചിലവ് ഏകദേശം ഈ കാര്യങ്ങൾ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാസം ഒരു 300 യൂറോ ഉണ്ടെന്നുണ്ടെങ്കിൽ പോർത്തോയിൽ നമുക്ക് നിൽക്കാൻ പറ്റും. ജോലി ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. കാരണം ബേസിക് സാലറി ഇപ്പോൾ 920 യൂറോസാണ്. അപ്പോൾ നമുക്ക് നാട്ടിലേക്ക് വലിയൊരു എമൗണ്ട് അയക്കാൻ പറ്റിയില്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ഒരു 30,000 40,000 വെച്ച് അയക്കാൻ പറ്റും. അപ്പോൾ ലിസ്ബണിലേക്ക് അല്ലെങ്കിൽ പോർച്ചുഗലിലേക്ക് വരാനിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും പോർച്ചുഗലിലേക്ക് കയറി വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. കാരണം ഇവിടെ ഒന്നും ലൈഫില്ല, നമുക്ക് പ്രോഗ്രസ്സിങ് ഇല്ല. എന്താണോ ചെയ്യുന്നത് അത് ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കുക, അത്ര തന്നെ ഇവിടെ ഉള്ളൂ. ടാക്സ് അടച്ചിട്ടും കാര്യമൊന്നുമില്ല. കാരണം ഇപ്പം പാസ്പോർട്ടൊക്കെ 10 വർഷമാണ് എലിജിബിലിറ്റി. 10 വർഷം നമ്മളിവിടെ താമസിച്ച് ടാക്സ് അടച്ചാലാണ് നമുക്ക് എലിജിബിലിറ്റി കിട്ടുള്ളൂ. പിന്നെ ഒരു 3 വർഷം കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഗവൺമെൻറ്റിന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്പോർട്ട് കിട്ടും. അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. എക്സ്പെൻസ് വളരെ കൂടുതൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാലറി കൂടുന്നുണ്ട്, പക്ഷേ ഇറ്റ്സ് നോട്ട് ഇനഫ്. ഓക്കെ, ബൈ.